കേന്ദ്രം പുറത്തിറക്കിയ NRC ബില്ലിനെതിരെ തമിഴ് നടനും തമിഴക വെട്രിക്കഴക എന്ന പാർട്ടിയുടെ പ്രസിഡന്റുമായ വിജയ് രംഗത്ത് വന്നിരിക്കുന്നു. ഇത് സാമൂഹിക ഐക്യം തകർക്കുമെന്നും തമിഴ്നാട്ടിൽ ഈ നിയമം നടപ്പിലാക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും വിജയ് പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെ പോലെയുള്ള ഒരു നിയമങ്ങളും നടപ്പാക്കരുത് എന്നും തമിഴക വെട്രിക്കഴകത്തിന്റെ അക്കൗണ്ടിൽ അദ്ദേഹം പങ്കുവച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മതവികാരം ഉയർത്താനുള്ള നീക്കമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിന്റെ വിഭജന അജണ്ടയായ ആയുധവൽക്കരിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന മനുഷ്യത്വം നൽകുന്നതിന് പകരം മുസ്ലിങ്ങളോടും ശ്രീലങ്കൻ തമിഴരോടും വിവേചനം കാട്ടുന്നതാണ് ഈ നിയമമെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ കപ്പൽ മുങ്ങാനായതോടെയാണ് പൂട്ടിവെച്ച പുറത്തെടുത്തത്. ഭിന്നിപ്പുണ്ടാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിന് ഇന്ത്യയിലെ ജനങ്ങൾ പൊറുക്കില്ലെന്നും അവർ പ്രതികരിക്കുമെന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. പൗരത്വ ഭേദഗതി നിയമം എന്തു വന്നാലും നടപ്പിലാക്കില്ലെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്ത് വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ നടപടിയിറക്കിയത് ജനത്തിന്റെ വർഗീയ വികാരം ഇളക്കാനും ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ കാറ്റിൽ പറത്താനുമാണെന്ന് പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. തുല്യാവകാശമുള്ള ഇന്ത്യൻ പൗരന്മാരെ വേർതിരിക്കാനുള്ള ഈ നിയമം ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാനാകൂ എന്ന് പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 അതിന്റെ മുമ്പോ കുടിയേറിയ മുസ്ലിം ഇതര മതത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുകയും ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണഘടന വിഭജിക്കുകയാണ്. ഇത് മാനവികതയോടും രാജ്യത്തിന്റെ ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. CAക്കെതിരായ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം. മുസ്ലിങ്ങളെ രണ്ടാം ഘട്ടമായി കാണുന്ന ഭേദഗതി കേരളത്തിൽ നടക്കില്ലെന്ന് കേരള സർക്കാർ പല തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതാണ് ഇപ്പോഴും അടിവരയിട്ട് പറയാനുള്ളതും. ഇതിനെതിരെ കേരളം ഒന്നിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന നിയമം തങ്ങൾ നടപ്പിലാക്കില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പറഞ്ഞിട്ടുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ പൗരന്മാർക്ക് ആധാർ കാർഡ് നഷ്ടമാകുകയാണെങ്കിൽ തങ്ങൾ അതുപോലത്തെ മറ്റ് കാർഡ് നൽകും എന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു. നേരത്തെ കേരളം, ബംഗാൾ, പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ ഇതിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. പൗരത്വ നിയമം മുസ്ലിങ്ങളെ രണ്ടാം ഘട്ടമായി ചുരുക്കാനുള്ള ഗോഡ്സെയുടെ ചിന്തയെ അടിസ്ഥാനമാക്കിയാണെന്ന് AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ MPയും വ്യക്തമാക്കി. ഇതിന്റെ പ്രധാന ലക്ഷ്യം മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്നും നീക്കം ചെയ്യാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. CANPR NRC ഇത് കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ്. CANPR NRCയുടെ സമയത്ത് തെരുവിലിറങ്ങിയതുപോലെ ഇന്ത്യക്കാർ വീണ്ടും തെരുവിലിറങ്ങലല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും ഉവൈസി വ്യക്തമാക്കി. പൗരത്വ നിയമം വന്നതോടെ കേരള സർക്കാർ നിയമ പോരാട്ടത്തിന് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ആലോചന. പ്രഖ്യാപനം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്.